അസ്സലാമലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ രാവിലെ തന്നെ പാലൊക്കെ വന്നിട്ടുണ്ട്. അതിനൊക്കെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചായ വെക്കൽ പരിപാടി. ഒരു ഗ്ലാസ് പാലും കൂടെ മാറ്റി വെച്ചിട്ട് ഞാൻ ബാക്കി സ്റ്റൗവിൽ ഇതാ തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇൻഡക്ഷൻ സ്റ്റൗവിലാണ് ചായ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് കുക്കിംഗ് ഇതിൽ, കുറച്ച് കുക്കിംഗ് അതിലൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. നാളെയാണ് ഗ്യാസ് ബുക്കിംഗ് ഡേ. പഠിച്ചവനെ കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കാരണം എൻ്റെ കമൻറ്റ് ബോക്സിലുണ്ടല്ലോ 2-3 പേര് ഗ്യാസ് കിട്ടാനില്ല ജിനിത്ത, ഗ്യാസ് ഉണ്ട് അധികം പണിയെടുക്കാതെ എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ 45 ദിവസം കഴിഞ്ഞാൽ കിട്ടുമല്ലോ എന്നുള്ളൊരു ഭാവത്തിൽ ഞാനിരുന്നു. 45 ദിവസം വരെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. കിട്ടുമോ കിട്ടില്ലയോ എന്ന് നാളെ അറിയാം. കിട്ടിയാൽ മതിയായിരുന്നു. ഇല്ലെങ്കിൽ പെരുന്നാളൊക്കെ വെള്ളത്തിലാവും. ഓർഡർ ചെയ്യേണ്ടി വരും എല്ലാം. കാരണം ഇത് അത്യാവശ്യം കാലിയാവാനായിട്ടുണ്ട് നമ്മുടെ ഈ കുറ്റി. ഓക്കെ, അങ്ങനെ ചായ എല്ലാം ഉണ്ടാക്കി കൊണ്ടു കൊടുത്ത് റിഹാൻ്റെ ചായ അവിടെ അടച്ചും വെച്ചിട്ടുണ്ട്. പിന്നെ സിറ്റ് ഔട്ടൊക്കെ ഒന്ന് വേഗം പോയി അടിച്ചു വാരി എടുക്കണം കേട്ടോ. എന്നാലും രാത്രി ചെറുതായിട്ടിങ്ങനെ, രാത്രിയല്ല ഇടയ്ക്ക് ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ മഴ ചാറ്റിലുണ്ട്. വലിയ രീതിയിലൊന്നുമില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ചൂടിനൊന്നും ഒരു കുറവുമില്ല കേട്ടോ പാലക്കാട്. പിന്നെന്താണ്, വീട്ടിൽ നിന്ന് വന്നോ ചോദിക്കുന്നുണ്ട്. അതെ, ഞാൻ ഞായറാഴ്ച മോർണിംഗ് വീട്ടിൽ നിന്ന് എത്തി. പിന്നെ എഗ്ഗ് ഞാൻ കഴുകാതെ പുഴുങ്ങിയില്ല. ഞാൻ അത് വീണ്ടും കഴുകിയിട്ട് പിന്നീടാണ് പുഴുങ്ങിയത് കേട്ടോ. പിന്നെ ഞാൻ പൊതുവേ എഗ്ഗ് കഴുകിയിട്ട് തന്നെയാണ് സ്റ്റോർ ചെയ്യാൻ വെക്കാറുള്ളത്. അങ്ങനെ എടുക്കുമ്പോൾ കഴുകിയിട്ട് അവിടെ എടുത്ത് വെക്കും കേട്ടോ. ഇപ്രാവശ്യം നല്ല വൃത്തിയിൽ എഗ്ഗ് കണ്ടപ്പോൾ ഞാൻ അതിലോട്ട് അങ്ങനെ ഇട്ടതാണ്. ഇല്ലെങ്കിൽ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ട് കഴുകിയെടുക്കാറാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ദോശയ്ക്കുള്ള അരി ഒന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. 4 നാഴി പച്ചരി എടുക്കുകയാണെങ്കിൽ 1 നാഴി ഉഴുന്ന് എന്നുള്ള റേഷ്യോയിൽ വേണം നമുക്ക് ദോശയ്ക്ക് വെള്ളത്തിലിടാൻ കേട്ടോ. പിന്നെ വേഗം പോയിട്ട് ബെഡൊക്കെ ഇന്ന് തട്ടിക്കുടഞ്ഞ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുട്ടികളുടെ റൂമിലും ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെന്താണ് വിശേഷം? ഇനി ഇത് ആവർത്തിക്കരുത് എഗ്ഗിൻ്റെ കാര്യത്തിൽ കേട്ടോ. ഞാൻ എപ്പോഴും എഗ്ഗ് കഴുകിയിട്ട് തന്നെയാണ് യൂസ് ചെയ്യാറ്. പിന്നെ നമ്മൾ കഴുകണതും ഇതാക്കണതൊന്നും ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. പക്ഷെ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്നും കാണാണ്ട് ഈ വീഡിയോ കണ്ടിട്ട് നെഗറ്റീവ് പറഞ്ഞപ്പോൾ ഒരു നെഗറ്റീവല്ല, മേ ബി ഇത് കണ്ടപ്പോൾ അങ്ങനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അയ്യോ, ഇനിയിപ്പോൾ പറയും ചിന്നിത്തയുടെ ഒരു ഇംഗ്ലീഷ്. ഓക്കെ, അങ്ങനെ ഞാനിതാ വേഗം കുട്ടികളുടെ ബെഡൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം എടുക്കാനായിട്ടോ. കാരണം നനച്ചൂളി, വലിയ പെരുന്നാൾക്കും നമ്മൾ നനച്ചൂളി എന്നുള്ളൊരു ഇത് ചെയ്യാറുണ്ട് ചെറുതായിട്ട്. പക്ഷേ ഇപ്രാവശ്യം നന്നായിട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ഇത്. അടുക്കള മൊത്തം ഇറക്കേണ്ടി വരും. കാരണം നമ്മൾ 1 വർഷത്തോളമായി അടുക്കളയുടെ മേൽഭാഗത്തുള്ള പാത്രങ്ങളൊക്കെ ഇറക്കിയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇറക്കേണ്ടി വരും. കഴിഞ്ഞ പെരുന്നാൾക്ക് നമ്മൾ അതൊന്നും ഇറക്കിയിട്ടില്ല. അതായത് ബാക്കിയുള്ള ഭാഗത്തുള്ള സാധനങ്ങളൊക്കെ ഇറക്കി ക്ലീൻ ആക്കിയിട്ടേ ഉള്ളൂ കേട്ടോ. അങ്ങനെ എല്ലാവരുടെയും ഒന്ന് അടിച്ചു വാരി എടുത്തിട്ടുണ്ട്. പിന്നെ പിള്ളേർ ആരൊക്കെയാണ് ഇത്തയുടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ കഹാനിയിലോട്ട് പോയപ്പോഴുള്ള വീഡിയോയിലത്ത് വന്ന കമൻറ്റാണ്. അപ്പോൾ 8:30-ക്ക് ശേഷം ഞാൻ എൻ്റെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. വെള്ളത്തിലാണ് 1 ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് കേട്ടോ. ഇതാ കഴുകി വെച്ച എഗ്ഗ് തന്നെയാണ് കേട്ടോ. ഇത് വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണത്. അതിൻ്റെ വൃത്തി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ അത് കഴുകി വെച്ചതാണെന്നുള്ളത്. പിന്നെ വേഗം ഞാൻ ഉപ്പിട്ടിട്ട് അത് വേവിക്കാൻ വേണ്ടി വെച്ചു. കറണ്ട് പോയപ്പോഴാണ് സ്റ്റൗവിലോട്ട് വെച്ചത്. കറണ്ട് വന്നപ്പോൾ വീണ്ടും ഇങ്ങോട്ട് വെച്ചു കേട്ടോ. പിന്നെ കുറച്ചധികം തന്നെ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ പിള്ളേർ ആ ഒരു വീഡിയോയിൽ 4 മക്കളെയും കൊണ്ടാണ് ഞാൻ പോയത്. അതിൽ വലിയ ആൾ എൻ്റെ മോന്, ബാക്കി കണ്ണട വെച്ചിട്ടുള്ള ആൾ താത്താൻ്റെ മോനാണ്. പിന്നെ 2 പെൺകുട്ടികൾ അനിയത്തിയുടെ മക്കളാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പാത്രങ്ങളൊക്കെ കഴുകി ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട്. എഗ്ഗ് പൊട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് പീൽ ചെയ്തിട്ട് എടുക്കണം. പിന്നെ ഓട്സ് ഉണ്ടാക്കാനുള്ള പാലൊന്ന് കാച്ചാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഓട്സിലേക്ക് ലാസ്റ്റായിട്ട് നമ്മൾ ബദാം ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ വോയിസ് ശരിയായിട്ടില്ല. ഡോക്ടറിനെ കാണിക്കാൻ പറഞ്ഞിട്ടൊരു കമൻറ്റ് കണ്ടായിരുന്നു. ഇതിനൊക്കെ ഡോക്ടറിനെ കാണിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. തൈറോയിഡ് വന്നാൽ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ളതും എനിക്ക് ആ കമൻറ്റ് വായിച്ചപ്പോഴാണ് കേട്ടോ അറിഞ്ഞത്. അപ്പോൾ ഓട്സൊക്കെ ഇട്ടിട്ട് ഞാൻ നമ്മുടെ ഇത് കുറുക്കി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ എഗ്ഗ് ഇതുപോലെ ഒന്ന് പീൽ ചെയ്തും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കിയുള്ള പരിപാടികളൊക്കെ ഞാൻ കാണിക്കാം. ഓട്സ് റെഡിയായി. അതിലോട്ട് ഞാൻ കിസ്മിസും ബദാമുമാണ് ഇപ്രാവശ്യം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്.
റിഹാന അവിടെ ഇരുന്ന് എഗ്ഗ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാനെല്ലാം കൊണ്ടുവന്ന് വെച്ചു. സൂപ്പർ വീഡിയോ ഇത്ത കുക്കിംഗ് സൂപ്പർ എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ജീവിതം സൗണ്ട് മാറ്റം ഡോക്ടറെ കാണിച്ചില്ലേ? FBയിലാണ് കേട്ടോ നമ്മളോടത് ചോദിച്ചേക്കുന്നത്. എൻ്റെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആണിത്. നമ്മൾ ഫസ്റ്റ് അത്യാവശ്യം റിസൾട്ട് കിട്ടും നമുക്കൊരു ഡയറ്റ് എടുക്കുമ്പോൾ. പിന്നീട് പതുക്കെ പതുക്കെ റിസൾട്ട് വരുള്ളൂ. ചിലപ്പോൾ 1 കിലോ പോലും നമ്മൾ കുറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ അതും ആലോചിച്ച് വിഷമിച്ച് ബാക്ക് ഔട്ട് ചെയ്യരുത് കേട്ടോ. നമ്മൾ എന്ത് ചെയ്യണം, മുന്നോട്ട് തന്നെ പോകണം. അതുകൊണ്ട് വെയിറ്റ് നോക്കൽ പതുക്കെ കമ്മിയാക്കുക. ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ വെയിറ്റ് നോക്കുക, അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ വെയിറ്റ് നോക്കുക. വെയിറ്റ് നോക്കിയിട്ട് കുറഞ്ഞില്ല എന്ന് കാണുമ്പോൾ നമുക്കത് ഭയങ്കര വിഷമമായിരിക്കും. അതുകൊണ്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരോടാണ് പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു സമയത്ത് വെയിറ്റ് നോക്കാതിരിക്കുക മാക്സിമം. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ബോഡി എല്ലാം അളന്ന് വെക്കണം കേട്ടോ ഇഞ്ചിൽ. അപ്പോൾ നമുക്ക് പിന്നീട് ഫാറ്റ് ലോസ് ആണ് സംഭവിച്ചത് വെച്ചാൽ നമ്മൾ വേഗം നമുക്ക് വേഗം മനസ്സിലാവും പിന്നീട് അളന്ന് നോക്കുമ്പോൾ. ഞാൻ വെയിറ്റ് ലോസിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ എല്ലാം ചെയ്തു വെച്ചിട്ടാണ് ഇതാക്കിയത്. എനിക്ക് ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, അതും ഇട്ടുകൊണ്ട് വരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് ഞാൻ നേരത്തെ പറഞ്ഞതുമാണ് കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികൾ കഴിഞ്ഞ് ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇന്നലെ വെച്ച 2-3 വക ഉപ്പേരി ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു വെണ്ടക്ക വെച്ചിട്ട് നമുക്ക് തൈരും വെണ്ടയ്ക്കും കൂടിയും കറി ഉണ്ടാക്കൂലേ, അങ്ങനെ ഉണ്ടാക്കാന്നുള്ള പ്ലാനാണ്. ഞാൻ കുഞ്ഞാക്കിയിട്ടാണ് മുറിച്ചെടുക്കുന്നത്. മുറിച്ചെടുത്ത ശേഷം ഞാൻ മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കടുകും ഉലുവയും ഇട്ട് പൊട്ടിച്ച ശേഷം നമ്മൾ ജീരകമില്ലാത്തൊരു കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കടുകും ഉലുവയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് പിന്നെ അതിലോട്ട് വലിയുള്ളി, പച്ചമുളക്, ചുവന്ന മുളക് ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഞാൻ വേറെ വഴറ്റിയില്ല, ഞാൻ ഒന്നിച്ച് തന്നെ വഴറ്റുന്നത് കേട്ടോ. എനിക്ക് വേറെ വഴറ്റാൻ പ്രാന്തായി. അപ്പോൾ വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തു, കുറച്ച് ഉപ്പിട്ടിട്ട് ഇതൊന്ന് അടച്ച് വെക്കുക. ഒരു വഴുവഴുപ്പ് മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഫ്ലെയിം ഓഫാക്കി വെക്കുക കേട്ടോ. ഒന്ന് ചൂടാറിയ ശേഷം മാത്രം തൈര് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ എന്തായാലും പാത്രത്തിൽ നിന്നൊന്ന് മാറ്റിയിട്ടാണ് ഇതിലോട്ട് തൈര് ഒഴിച്ചു കൊടുത്തത്. പുളിയുള്ള തൈര്, പുളിയില്ലാത്ത തൈരൊക്കെ നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് ഇളക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടോ നോക്കുക. ചപ്പാത്തിക്ക്, ചോറിൽക്കൊക്കെ കഴിക്കാം കേട്ടോ. ജസ്റ്റ് ഞാൻ ഗ്യാസ് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഒന്ന് കഴുകേണ്ട കാര്യമായിട്ടുണ്ട്. പിന്നെ അരി ഇട്ട് കൊടുത്ത് ഇതൊന്ന് ആദ്യം കഴുകിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ വെള്ളം മാറ്റിയിട്ടാണ് 2-3 പ്രാവശ്യം കഴുകിയെടുത്ത് മാറ്റിയ ശേഷം നല്ല വെള്ളം വെച്ചിട്ടാണ് ഞാനിവിടെ ചോറ് വെച്ചേക്കുന്നത്. ഇനിയിപ്പോൾ ജിനിത്ത് അരി കഴുകിയില്ല എന്ന് പറയുമെന്ന് അറിയില്ല. പിന്നെ ചീര ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഇപ്പോൾ ഞാൻ. പിന്നെ അതുപോലെ ഇന്ന് ഉമ്മാൻ്റെ ഒരു സ്പെഷ്യൽ ചീര കടഞ്ഞതും കൂടി നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ നിങ്ങൾ ഫുള്ളായിട്ട് കാണണം കേട്ടോ. ചീര അവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, കുഞ്ഞാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിതുകൊണ്ട് തോരൻ ഉണ്ടാക്കാം കേട്ടോ. അപ്പം നമ്മളോട് ഹസ്ബൻഡിൻ്റെ വർക്ക് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഡെയിലി വീഡിയോ ഇടാൻ പറ്റുമോ ചോദിക്കുന്നുണ്ട്. വീഡിയോ ഇടാം കേട്ടോ. ഹസ്ബൻഡ് ചപ്പൽ കമ്പനിയിൽ വർക്ക് ചെയ്യണം. ഇപ്പോൾ ചെന്നൈയിൽ ഒരു ഏരിയയിൽ ബിസിനസ് ആക്കാൻ വേണ്ടിയിട്ട്, അവിടെ ബിസിനസ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോയേക്കുവാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇക്കാനധികം വീഡിയോയിൽ കാണാത്തത് കേട്ടോ. അങ്ങനെ നമ്മൾ ചീരത്തോരൻ വെക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചീരത്തോരൻ വെക്കുമ്പോൾ എഗ്ഗ് ഇട്ടിട്ട് കഴിക്കുന്നവർക്ക് ഉണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം കേട്ടോ. പണ്ട് ഈ ചീരയും എഗ്ഗും വെയിറ്റ് ലോസിന് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇക്ക കഴിക്കുമ്പോൾ നമുക്ക് ഈ ഒരു പ്രോട്ടീൻ വെയിറ്റ് ലോസിനെ കുറിച്ചൊന്നും അറിവൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അയ്യോ ഇതെന്ത് കോമ്പിനേഷൻ, ഇത് മാത്രം കഴിക്കുക അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ അറിവുകൾ വന്നപ്പോഴാണ് നമുക്ക് ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനത്തെ ഫുഡ് അങ്ങനത്തെയൊക്കെ മനസ്സിലാവാൻ തുടങ്ങുന്നത് കേട്ടോ. അതിന് മുമ്പേ ഇങ്ങനത്തെ ഒരു സംഭവം നമുക്ക് അറിയില്ലായിരുന്നു. പിന്നെ നമ്മൾ ജസ്റ്റ് ഒരു മുളക് കറിയും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വീഡിയോ ഞാൻ ഡെയിലി ഇടാം, പക്ഷേ ഇങ്ങനെയുള്ള കുഞ്ഞു വീഡിയോസേ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ ഉമ്മാനെയും ഇപ്പോൾ കുറച്ച് കാലത്തേക്ക് നമ്മുടെ വീഡിയോയിൽ ഉണ്ടാവില്ല. ചില ഒരു സാങ്കേതിക തകരാറുകൾ മൂലം ഉണ്ടാവില്ല. നെഗറ്റീവായിട്ട് എടുക്കരുത്. കുറച്ച് ക്ഷീണം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് ഉപ്പ. അപ്പോൾ വീഡിയോയിലധികം കാണിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മീൻ കറിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. എല്ലാവരും ദുആ ചെയ്യണം. നമ്മളെ ഫാമിലി ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ടല്ലോ. പിന്നെ
എൻ്റെ സൗണ്ടിന് ഒരുപാട് മാറ്റമുണ്ട്, കഫക്കെട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല, കഫക്കെട്ടൊന്നും ഇല്ല. പിന്നെ ഉമ്മാൻ്റെ സ്പെഷ്യൽ ചീര എന്താ കടഞ്ഞത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ ഉമ്മ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എനിക്ക് ആ സംഭവം അറിയില്ല. പിന്നെ ലുലുന്ന് മേടിച്ച ഉണക്കമീനാണ്, ശരിക്കും ഉണങ്ങിയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇതന്നെയാണ് ഉണക്കമീൻ എന്ന് പറയാം. അപ്പോൾ അതൊന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ മൺചട്ടിയിലോട്ട് ചെറിയ ഉള്ളിയും പച്ചമുളകും ഇട്ടിട്ടുണ്ട്. വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതും ഇട്ട് കൊടുക്കുക. അതൊന്ന് അടച്ച് വെക്കുക, അതൊന്ന് വെന്ത് വരട്ടെ. വെന്ത് വന്ന ശേഷം നമുക്ക് ഇല ഇട്ട് കൊടുക്കുക. നല്ല പിഞ്ച് ഇല വേണത്ര അതിന്. അപ്പോൾ ഉമ്മത അങ്ങനെ അതൊക്കെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ശരിക്ക് ആ ഒരു തവി വെച്ച് കടഞ്ഞെടുക്കണം കേട്ടോ. പക്ഷെ ഉമ്മ മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തു. പിന്നെ അതിലോട്ട് പാലില്ലേ, അത് ഒരു 1/4 കപ്പ് ഒഴിച്ചിട്ട് ഒന്ന് കറക്കിയെടുത്ത ശേഷം ഒരു ഇതിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ പാല് വീണ്ടും ഒഴിക്കുക. 1 സ്പൂൺ വെളിച്ചെണ്ണ, പിന്നെ ചെറിയുള്ളി പച്ചമുളകൊന്ന് താളിച്ചിടുന്നുണ്ട്. അത് ഓപ്ഷനാണ് കേട്ടോ, നമ്മൾക്ക് ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. ഇതാണത്ര ചീര കടഞ്ഞത് എന്ന് പറയുന്നത്. എന്തായാലും ടേസ്റ്റ് ഉണ്ട്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവുമായിരിക്കും. പാലിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.